പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ സമയം എന്ന് പറയുന്നത് 2:45 2:45 ഇറങ്ങിയേക്കണേ. ഊബറും കേരള സഫാരിയും നമ്മൾ ഓൺലൈനിലാക്കിയിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ടല്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കാറ്റൊക്കെ ഉണ്ട്. അവിടെ തേങ്ങാക്കാലൊക്കെ കിടന്ന് ആടുന്നുണ്ട്. ഇവിടെ അടിപൊളി ലൈൻ കമ്പി നന്നായിട്ട് കിടന്ന് ആടുന്നുണ്ട്. എന്തായാലും വണ്ടി ഇവിടുന്ന് പതുക്കെ നീക്കി അപ്പുറത്തേക്ക് ഇടാം. CNG നമ്മൾ ചാലക്കുടി പമ്പിന്ന് അടിച്ചിട്ടുണ്ടായിരുന്നു. 2 കട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഫുൾ ടാങ്ക് ആക്കിയിട്ടുണ്ട്. പ്രഷർ അത്യാവശ്യം ഉണ്ടായിരുന്നു, പക്ഷേ എങ്കിലും ഒരു കട്ട ഇപ്പോൾ കുറഞ്ഞു. കുറച്ച് നേരം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. 540 രൂപയ്ക്കുണ്ട് നമ്മൾ CNG അടിച്ചേക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഇന്ന് ഊബർ ഓടി എത്ര രൂപ എൻ ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ ഇന്നത്തെ ദിവസങ്ങൾ നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഈ വീഡിയോയിൽ ഇത് ഉൾപ്പെടുത്തണേ. അപ്പോൾ എന്തായാലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇതേപോലുള്ള വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ആ ബെല്ലൈക്കണും കൂടി നമ്പർത്തിക്കോളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുത്തെ പതുക്കെ നീക്കിയിടാം. കാറ്റ് നീക്കിയിടാന്ന് വിചാരിച്ചുമ്പോഴേക്കും കാറ്റ് പോകുന്നുണ്ട്. അതേപോലെ തന്നെ വെയിൽ ഒതുക്കിയിട്ടോ, വല്ല കുറുക്കൻ്റെ കല്യാണമായിരിക്കും. മഴ ചാറുന്നുണ്ട്, കാണാൻ പറ്റുമെന്നും അറിയില്ല. മഴ ചെറുതായിട്ട് ചാറുന്നുണ്ട്. എന്തായാലും നല്ല ട്രിപ്പുകളൊക്കെ അടിക്കട്ടെ. നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അത് കാരണം കേട്ടോ ഊബർ ഓൺ ചെയ്യാൻ കുറച്ച് സമയം എടുത്തത് വീഡിയോ, അല്ലെങ്കിൽ പിന്നെ ചിലപ്പോൾ അപ്ലോഡ് ആവില്ല. അപ്പം അത് കാരണം വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വെച്ചിട്ട് പകുതിയോളായിട്ടുണ്ട്. അപ്പം എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങൾ വഴിയെ കാണാം. ട്രിപ്പ് അടിക്കട്ടെ, നല്ല കസ്റ്റമറൊക്കെ കിട്ടട്ടെ. വരെ നീണ്ടൊരു ഇടവേളയ്ക്ക് ശേഷം കസ്റ്റമർ വിളിക്കേണ്ടെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും എടുത്ത് നോക്കാം. ഫോൺ ഏങ്ങായിട്ട് കസ്റ്റമർ അല്ല കേട്ടാ, കൂട്ടുകാരനാ. അപ്പോൾ നമുക്ക് ട്രിപ്പ് അടിച്ചേക്കുന്നത് 3:33 കേട്ടാ. പൂലാനി കസ്റ്റമർ നിൽക്കണത് എന്തായാലും ഒരു 5-6 കിലോമീറ്റർ അപ്പുറത്താണ് കേട്ടോ. എന്തായാലും കസ്റ്റമറെ പിക്ക് ചെയ്യാൻ പോവാം. നമുക്ക് എയർപോർട്ടിലേക്കാണ് 378 രൂപ കാണിച്ചിരുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും കസ്റ്റമറെ പിക്ക് ചെയ്യാൻ പോവാം. എയർപോർട്ട് തന്നെയാണെന്ന് അറിയില്ല, ഒരു ഗ്രീഷ്മ. അപ്പോൾ എന്തായാലും ഡ്രോപ്പ് ചെയ്തിട്ട് കാണാം കേട്ടോ. 7.1 കിലോമീറ്റർ ഉണ്ട് കേട്ടോ, 7.1. ഇപ്പം എന്തായാലും കസ്റ്റമറെ പിക്ക് ചെയ്ത് ഡ്രോപ്പ് ചെയ്തിട്ട് കാണാം. നമ്മൾ കസ്റ്റമറിൻ്റെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. കസ്റ്റമറിൻ്റെ ലൊക്കേഷൻ കറക്റ്റ് അല്ല കേട്ടോ. ഇപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഹെഡ് കാണിക്കുന്നത്. നമ്മൾ ഇതിൽ കൂടെ കറങ്ങി പോകണം. ശരിക്കും പറഞ്ഞാൽ ഇതിലെങ്ങനെ കയറി വന്നാൽ മതി, ലൊക്കേഷൻ കറക്റ്റ് അല്ലാത്തതായിരുന്നു. എന്തായാലും കസ്റ്റമറിൻ്റെ ലൊക്കേഷൻ അവിടെ കാണിക്കുന്നത് കൊണ്ട് നമുക്ക് എന്തായാലും ഒന്ന് കറങ്ങി നോക്കാം. ഞാൻ കസ്റ്റമറെ വിളിച്ചിട്ടില്ല കേട്ടോ. എന്തായാലും ഒന്ന് വിളിച്ച് കൺഫേം ചെയ്യാം, എന്നിട്ട് അങ്ങോട്ട് പോവാം. ലൊക്കേഷൻ ഇവിടെ ഒന്നും അല്ല കേട്ടോ. ആ ഫ്രണ്ടിൽ പോണ ബൈക്കിൽ പോണ ആളുടെ പിന്നാലെ പോകാൻ പറഞ്ഞിട്ടുണ്ട്. പുള്ളിയാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതെ പുള്ളിയുടെ പിന്നാലെ പോകണേന് കേട്ടോ. മീറ്റിങ്ങിൻ്റെ ടൈം കഴിഞ്ഞതുകൊണ്ട് ക്യാൻസലേഷൻ ഫീ ആയിട്ടുണ്ട് കേട്ടോ. ക്യാൻസലേഷൻ ഫീ വന്നിട്ട് കണ്ട എത്രയാ, 8 രൂപ സംതിങ് ഉള്ളൂ കേട്ടോ. ഒരു മിനിറ്റ് ഇപ്പോൾ കാണിക്കും. 8.45 പൈസയാണ് കേട്ടോ ക്യാൻസലേഷൻ ഫീ. 7 കിലോമീറ്റർ വന്നിട്ട് ഊബർ തരുന്നതാണ് കേട്ടോ. എന്തായാലും കൊള്ളാം, കസ്റ്റമർ വരുന്നുണ്ട് കേട്ടോ. അപ്പം എന്തായാലും ബാക്കി കാണാം. വരെ നമ്മൾ ഫസ്റ്റ് കിട്ടിയ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ ട്രിപ്പിൽ നമുക്ക് കിട്ടിയേക്കുന്നത് 370 രൂപ 72 പൈസയാണ്. അതിൽ ഇന്നലത്തെ പ്ലാറ്റ്ഫോം ഫീ പിടിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മളത് കണക്കൂട്ടണ്ട. അപ്പം നമ്മൾക്ക് ഇന്നാകെ കിട്ടിയിരിക്കുന്നത് 321 രൂപയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും വേറെ ട്രിപ്പുകളൊക്കെ അടിക്കിട്ട് ഞാൻ പോരുന്ന വഴിയുള്ള റാപ്പിഡോ ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നു സിഗ്നലിൽ വെച്ചിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. കസ്റ്റമറിൻ്റെ നിന്ന് വന്നിട്ട് മേടിച്ചത് എത്രയാണ്, 441 രൂപ സംതിങ്, 441 അതിൽ 440 മേടിച്ചത്. ചേഞ്ച് ഉണ്ടായിരുന്നില്ല. പിന്നെ 20.91 കിലോമീറ്റർ ഉണ്ടോ. വലിയ ബ്ലോക്കോ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് പതുക്കെ ഉണ്ടോ പോകുന്നത്. 43 മിനിറ്റ്. ഒരു ചേച്ചിയും ഒരു ചെറിയ കുട്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിപ്പോൾ സ്ഥലം വന്നിട്ട് എയർപോർട്ടല്ല, എയർപോർട്ടിൻ്റെ അടുത്ത ഏതോടെ ഭാഗത്താണ്. നമ്മുടെ കാലടി വഴിക്ക് വന്നിട്ട് മറ്റൂരൊക്കെ എത്തണേലും അങ്കമാലിയിൽ നിന്ന് കുറച്ച് നീങ്ങിയിട്ട് റൈറ്റ് അതൊരു ഉള്ളുവഴിക്ക് വന്നിട്ടാണ് തോന്നണം. ഇവിടെ നിന്ന് തോന്നണം. ഇവിടെ നിന്നാൽ വലിയ കാര്യം ഉണ്ടാവില്ല. ഒന്നില്ലെങ്കിൽ അങ്കമാലിയിലേക്ക് പോകാം, അല്ലെന്നുണ്ടെങ്കിൽ എയർപോർട്ടിലേക്ക് പോകാം. മിക്കതും ഞാൻ അങ്കമാലി പോവുള്ളൂ, എയർപോർട്ട് പോവില്ല. അപ്പോൾ എന്തായാലും കുറച്ച് നേരം എവിടെയെങ്കിലും നിന്നിട്ട് എയർപോർട്ടിലേക്ക് അല്ലെങ്കിൽ അങ്കമാലിക്ക് പോവാം വെച്ചിട്ടാ. അത്താണിക്കായിരുന്നേ. അപ്പോൾ എന്തായാലും കസ്റ്റമറെ പിക്ക് ചെയ്യാൻ പോകും. കസ്റ്റമർ എവിടെയാണെന്ന് നോട്ടേട്ടാ. ഓണായി വരൂ. അറൈവിടോ പുള്ളി ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും നോക്കാം. കിട്ടിയ ട്രിപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് അത്താണിയിലാട്ടോ. അത്താണി പെട്രോൾ പമ്പിൻ്റെ അടുത്തേക്കായിരുന്നു കേട്ടോ ഡ്രോപ്പ് വന്നിട്ടുണ്ടായിരുന്നത്. ആ ട്രിപ്പിൽ 180-95 പൈസ ഉണ്ടാക്കിയിട്ടേ. അതിലും കസ്റ്റമറിൽ നിന്ന് മേടിച്ചത് 252 രൂപ സംതിങ് ആണ് വന്നിരുന്നത്. അതും ക്യാഷായിരുന്നു. 50 കിട്ടിയില്ല, 2 ചില്ലറ കിട്ടിയില്ല. അതും ചില്ലറേൻ്റെ പ്രശ്നം കാരണം അതും പോയി കിട്ടി ഗൈസ്. അപ്പോൾ അത് അങ്ങനെ പോയി കിട്ടി. അങ്ങനെ നമ്മളിന്ന് ആകെ കിട്ടിയിരിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഇതിനകത്ത് കാണിക്കുന്നത്
502.67. അതിൽ എന്തായാലും ഒരു 4 രൂപയോളം നമുക്ക് കുറവ് പോയിട്ടുണ്ട്. എന്തെങ്കിലും ആട്ടെ ഒരു 500 രൂപയോളം നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കിലോമീറ്റർ വന്നിട്ട് ഇപ്പോൾ വീട്ടിൽ നിന്ന് എടുത്തിട്ട് ഇവിടം വരെ ഇപ്പോൾ കിലോമീറ്റർ എത്രയായി? കിലോമീറ്റർ 44 കിലോമീറ്ററോളം ആയിട്ടുണ്ട് 500. എന്തായാലും ഇനി അടുത്ത ട്രിപ്പ് അടിക്കട്ടെ. ഇവിടെ ഇങ്ങനെ ട്രിപ്പ് അടി കുറവായിരിക്കാൻ ചാൻസ് ഉണ്ട്, കാരണം ഇഷ്ടം പോലെ വണ്ടികൾ എടുക്കുന്നുണ്ട്. കാരണം ഈ എയർപോർട്ട് ഭാഗത്തേക്കൊക്കെ അടിച്ചിട്ട് അവിടെ കുറേ നേരം വെയിറ്റ് ചെയ്യണ വണ്ടികൾ എന്തായാലും ഇവിടെ വന്നാൽ വെയിറ്റ് ചെയ്യല്. അതുകൊണ്ട് ഇവിടെ ട്രിപ്പ് അടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ എങ്കിലും നമുക്ക് അക്സെപ്റ്റ് റേറ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ അടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. നമ്മൾ ഇവിടെ വന്നിട്ടൊരു അരമണിക്കൂർ കഴിഞ്ഞു. ഇപ്പോഴും അത്താണി തന്നെയായിട്ട് കിടക്കണ. ട്രിപ്പൊന്നും അടിച്ചിട്ടില്ല, ഒന്നിലും അടിച്ചിട്ടില്ല. നമ്മൾ ഇവിടെ കിടക്കണില്ല, കാരണം വെച്ചാൽ ഇവിടെ നിന്ന് അങ്ങോട്ട് കുറേ ടാക്സി വണ്ടികൾ പോയിട്ടുണ്ട്. ആ പോയ വണ്ടികൾ അവിടെ വെയിറ്റ് ചെയ്യാണ്ട് കുറേ എണ്ണം തിരിച്ചും പോകുന്നുണ്ട് കേട്ടോ. ഞാൻ പോകുന്ന വണ്ടികളൊക്കെ നോക്കുന്നുണ്ട്. അകത്തേക്ക് നോക്കുമ്പോൾ കസ്റ്റമർ ഇല്ല, ഡ്രൈവർ മാത്രമേ ഉള്ളൂ. മിക്കതും ഈ ഒരു ഭാഗത്തൊക്കെ തന്നെ അവർ കിടപ്പുണ്ടാവും. പിന്നെയും ഇപ്പം ഒരെണ്ണം പോകുന്നുണ്ട്, അതിനകത്ത് ആരുമില്ല. അതിലാളുണ്ട്. പകുതി മുക്കാൽ വണ്ടികളും തിരിച്ചു പോകുന്നുണ്ട്, അതിനകത്ത് ആരുമില്ല. അവർ എയർപോർട്ടിൽ പോയി കഴിഞ്ഞാൽ 3-4 മണിക്കൂർ പോസ്റ്റാണല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും റിട്ടേൺ പോകണം. അപ്പം നമ്മളും എന്ത് ചെയ്യാം, നമ്മളും ഇവിടെ നിന്ന് പതുക്കെ തെറിക്കാൻ പോണേ. എവിടേക്ക് പോകുന്നൊന്നും തീരുമാനിച്ചിട്ടില്ല. ഭയങ്കര കൺഫ്യൂഷനാണ്. നമുക്ക് എണ്ണി പങ്കിടാത്തിപ്പോഴും എന്തായാലും ഇവിടെ നിന്ന് യൂട്ടേൺ എടുക്കാണ്ട് എങ്ങോട്ടും പോകാൻ പറ്റില്ല. അപ്പോൾ ഒന്നില്ലെങ്കിൽ കൺഫ്യൂഷനാണ്. എങ്ങടേലൊക്കെ പോവും. എന്തായാലും ട്രിപ്പ് അടിക്കട്ടെ. ചിലപ്പോൾ പറയാൻ പറ്റില്ല, ഇവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്തായിരിക്കും ട്രിപ്പ് അടിക്കുക. എന്തായാലും റണ്ണ് ചെയ്തുകൊണ്ടിരിക്കുന്ന വണ്ടികൾക്ക് കേട്ടോ കൂടുതൽ ട്രിപ്പ് കിട്ടാനുള്ള പ്രയോറിറ്റി ഉണ്ടാവുക. അപ്പോൾ എന്തായാലും നമുക്ക് പതുക്കെ തെറിക്കുക അവിടെ നിന്ന്, അത് നടക്കുള്ളൂ. സമയം നമ്മൾ കാലടിച്ച് കുറച്ച് ഒരു 5-6 കിലോമീറ്റർ ഇങ്ങനെ പതുക്കെ റൗണ്ട് അടിച്ചപ്പോൾ പനമ്പിളി നഗർക്ക് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇപ്പം നായത്തോട് ആ ഒരു ഭാഗത്തുണ്ട്, എയർപോർട്ടിൻ്റെ ആയിക്കോട്ടെ വന്ന എയർപോർട്ടിൻ്റെ അവിടെ എത്തിയപ്പോൾ പിന്നെ ഇങ്ങോട്ട് പോന്നു. അപ്പോൾ എന്തായാലും ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. എന്തായാലും അച്ഛനെ പിക്ക് ചെയ്യാൻ പോവാം. നമ്മൾ സമയം നമ്മൾ ആ ട്രിപ്പും കംപ്ലീറ്റ് ചെയ്തിട്ടാ. അതിപ്പോൾ സൗത്ത് ആ ഒരു ഭാഗത്തേക്കായിരുന്നു കേട്ടോ. 532.16 രൂപ കിട്ടി. അതിൽ കുറച്ച് മണ്ടത്തരങ്ങളൊക്കെ ഞാനും കെട്ടി അവരും കെട്ടി. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പോകുന്ന വലിയൊരാളെ ഇറക്കാണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏഡ് സ്റ്റോപ്പ് കൊടുത്തപ്പോൾ വന്നിട്ട് ഫസ്റ്റ് ഇറങ്ങേണ്ട ആളുടെ ലാസ്റ്റും കൊടുത്തു, ലാസ്റ്റ് ഇറങ്ങേണ്ട ആളുടെ രണ്ടാമത്തെ സ്റ്റോപ്പ് ആക്കി. അപ്പോൾ എന്തൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പോരുന്ന വഴിയിൽ രണ്ടാമത്തെ ഇറങ്ങുന്ന ആളെ പോരുന്ന വഴിയിൽ ഇറക്കി. അപ്പം എനിക്കൊരു കൺഫ്യൂഷൻ, എനിക്ക് സംഭവം മനസ്സിലായില്ല. അപ്പോൾ ഞാൻ എന്തായാലും കൺഫേം ഫസ്റ്റ് സ്റ്റോപ്പ് കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ സ്റ്റോപ്പ് ആ സ്പോട്ടിൽ തന്നെ കാണിക്കുന്നത്. പക്ഷേങ്കിൽ അത് ക്യാൻസൽ ചെയ്യാണ്ട് കസ്റ്റമർ പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മൾ ഇറക്കി കൊടുത്തു. അവിടുത്തെ ട്രിപ്പ് അടിച്ചപ്പോൾ 670 കാണിച്ചിരുന്നേ. ഇതിപ്പോൾ വന്നിട്ട് നമുക്ക് ക്യാൻസൽ ചെയ്തപ്പോൾ ക്ലോസ് ചെയ്തപ്പോൾ കിട്ടിയത് 532 രൂപയാണ് കേട്ടോ ഊബറിൽ കാണിച്ചത്. അപ്പം അത് കാരണം ഇന്നും മൊത്തത്തിൽ പൈസ കാണിക്കുന്നതിൽ കുറവാണ് കിട്ടുന്നത്. 3 ട്രിപ്പിലും അങ്ങനെ തന്നെയായിരുന്നു. മൊത്തം നമ്മളിന്ന് 1034 രൂപ ഓടിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും മൊത്തത്തിൽ അപ്പം ഇന്ന് മൂഞ്ചലാണ്. ഇനി എങ്ങനെയാണെന്ന് അറിയില്ല. എന്തായാലും നമുക്കവിടെ വെയിറ്റ് ചെയ്ത് നോക്കാം, അടുത്ത ട്രിപ്പ് അടിക്കട്ടെ. ഈ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്ത് ഇപ്പം ഇവിടെ തന്നെയാണ് നിൽക്കണേ. ഇപ്പം നമുക്കൊരു മാച്ച് ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ, കാക്കനാട് ഭാഗത്തേക്ക്. മാച്ച് ട്രിപ്പായിരുന്നു, എടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. മാച്ച് ആയതുകൊണ്ട് നമുക്ക് അക്സെപ്റ്റ് റേറ്റ് കുറയില്ലായിരുന്നു. കാക്കനാട് നല്ല ബ്ലോക്കായിരിക്കും ഈ സമയത്ത്. എന്തായാലും എടുത്തിട്ടുണ്ട്. മച്ചാമാരെ നമുക്ക് ആ മാച്ച് ട്രിപ്പ് കിട്ടിയത് നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ സ്പോട്ടിൽ നമുക്ക് ആ കസ്റ്റമർ ഇറക്കിയതിൻ്റെ ഓപ്പോസിറ്റ് ഫ്ലാറ്റിൽ നിന്ന് പാലാരിവട്ടത്തേക്ക് ഒരു ട്രിപ്പ് അടിച്ചിട്ട് നമ്മളിപ്പോൾ പാലാരിവട്ടം പാലത്തിന് താഴെ ഉണ്ട് നിൽക്കണേ. ഇവിടെ വന്നിട്ടൊരു 15 മിനിറ്റായി. ഞാൻ ജസ്റ്റ് ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ സംസാരിച്ച് വർത്താനം പറഞ്ഞിരിക്കുകയായിരുന്നു, അതുകൊണ്ട് വീഡിയോ എടുക്കേണ്ടിയിരുന്നു. ഇപ്പം സമയം 9:45 നമ്മൾ ആകെ ഓടിയിരിക്കുന്നത് 1488 രൂപയുണ്ടാവും. പിന്നെ നമുക്ക് ആ കിട്ടിയ സുധ എന്ന് പറഞ്ഞ മാച്ച് ട്രിപ്പ് ഉണ്ടല്ലോ, നല്ലൊരു അടിപൊളി കസ്റ്റമർ ആയിരുന്നു. പുള്ളിക്കാരത്തി 65 വയസ്സുള്ള ഒരു മേഡായിരുന്നു. ആള് പാട്ട് പാടുന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ ആള് വണ്ടിയിലേക്ക് ഇരുന്ന് എനിക്ക് കുറേ പാട്ടുകളൊക്കെ പാടി തന്നു. പിന്നെ ആള് പാടിയേക്കണ പാട്ടുകളൊക്കെ പ്ലേ ചെയ്ത് അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് കമ്പനിക്ക് അടിച്ചിട്ടാണ് പോയതിരുന്നത് കേട്ടാ. പുള്ളിക്കും ഭയങ്കര സന്തോഷമായിട്ടാ. നൈസായിരുന്നു, ഭയങ്കര കമ്പനിയായിരുന്നു. കയറിയപ്പോൾ മുതൽ നല്ല സംസാരമായിരുന്നു, ഭയങ്കര പരിചയമുള്ള ഒരാളെ പോലെ നല്ല രീതിയിൽ ഇങ്ങനെ സംസാരവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമ്മളും ആളുടെ അടുത്ത് ജസ്റ്റ് നൈസായിരുന്നു മൊത്തത്തിൽ. അങ്ങനെ ഒരു ഓട്ടം വിളിച്ച ഒരു ഫീലൊന്നും ഉണ്ടായിരുന്നില്ല, ഭയങ്കര കമ്പനി ആയിട്ടായിരുന്നു കേട്ടോ. അതേപോലെ തന്നെ ആളെ കസ്റ്റമർ ഇറക്കിയ ഫ്ലാറ്റിലേക്ക് ഓപ്പോസിറ്റ് ഫ്ലാറ്റിൽ നിന്നായിരുന്നു ട്രിപ്പ് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേങ്കിൽ നമ്മൾ ഡ്രോപ്പ് ചെയ്യണതിന് മുമ്പ് ട്രിപ്പ് അടിച്ചതുകൊണ്ട്
അവിടെ ഡ്രോപ്പ് ഓഫിൻ്റെ സമയത്ത് ഓപ്പോസിറ്റ് ഫ്ലാറ്റിലെ ആള് വണ്ടിയുടെ ലൊക്കേഷൻ ഇപ്പുറത്ത് കണ്ടിട്ട് ആൾ അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു തരാൻ ചെയ്തേട്ടാ. അപ്പം ആള് നടന്നു തന്നിട്ട് ആളും നൈസായിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, നല്ലൊരു കസ്റ്റമർ ആയിരുന്നു. വയനാടുള്ളൊരു ചേട്ടനായിരുന്നു. അപ്പോൾ ആള് നാട്ടിലേക്ക് പോവാണ്. അപ്പോൾ പാലാരി വട്ടത്തേക്ക് ഡ്രോപ്പ് ചെയ്തു. ആളിവിടെ നിന്ന് ബസ്സിന് കയറി പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇപ്പോൾ 9:45 നേരത്തെ തുടങ്ങി ഞാൻ ഫുഡ് അന്വേഷിച്ച് നടക്കുകയായിരുന്നു, പിന്നെ കഴിച്ചില്ല. ഇപ്പോഴും ചെറുതായിട്ട് ഫുഡ് കഴിക്കണം എന്നൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഇവിടെ കടയൊന്നും തൊട്ടടുത്ത് കാണാനില്ല, പതുക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീ നോക്കണം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇപ്പോൾ 9:45 ഇനിയിപ്പോൾ നിർത്താറായിട്ടില്ല. 5 ട്രിപ്പാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ. എന്തായാലും ഒരു 2000 ഒപ്പിക്കണം, അല്ലെങ്കിൽ കാര്യമില്ല. അപ്പം എന്തായാലും നല്ല ട്രിപ്പ് അടിക്കട്ടെ. ഇവിടെ കുറേ നേരമായിട്ടുണ്ട് വന്നിട്ട് ട്രിപ്പൊന്നും അടിച്ചില്ല. ഒരു 10-20 മിനിറ്റ് എന്തായാലും കഴിഞ്ഞിട്ടുണ്ട്. 20 മിനിറ്റ് പോരാ, അതിൽ കൂടുതലായിട്ടുണ്ട്. മിക്കതും ഇവിടെ നിൽക്കുന്നതിനേക്കാളും നല്ലത് പതുക്കെ അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങുന്നതായിരിക്കും. നോക്കട്ടെ, ട്രിപ്പ് അടിച്ചില്ലെങ്കിൽ അങ്ങോട്ട് നീങ്ങാം. ഒരു 5 മിനിറ്റോടെ വെയിറ്റ് ചെയ്യാം. അതുമാതിരി തന്നെ നേരത്തെ ഒരു സംഭവം കണ്ടിട്ടാ. ഇതിപ്പോൾ കണ്ട നമ്മുടെ എയർപോർട്ടിൽ മാത്രമായിരുന്നിട്ട് ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് കാണിക്കായിരുന്നത്. ഇപ്പോൾ വന്നിട്ട് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ അതേപോലെ തന്നെ ലുലു മാളിലും വന്നിട്ടുണ്ട് കേട്ടോ. സാധാരണ എയർപോർട്ടിൽ മാത്രമായിരുന്നു ഇത്. ഇപ്പം ഇനി എനിക്ക് തോന്നണത് ഇപ്പോൾ സൗത്ത് റെയിൽവേ സ്റ്റേഷനിലും അതേപോലെ തന്നെ ലുലുവിലും ഇനി ട്രിപ്പ് എടുത്ത് പോയി കഴിഞ്ഞാൽ അവിടെ എന്താ പറയുക, എന്താണ് ക്യൂവിൽ നിൽക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. കാരണം നിൽക്കുമ്പോൾ ലെക്സ്ഗോയൊക്കെ കാണിച്ചിട്ടുണ്ട്, പീക്ക് ഹവറും എയർപോർട്ടിൽ കാണിക്കണ പോലെ. അപ്പം എന്തായാലും മിക്കതും അവിടെയും ക്യൂ ആവാൻ ചാൻസ് ഉണ്ട്. മിക്കതും ഇനിയിപ്പോൾ ആ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ അറിയുള്ളൂ. ഇനിയിപ്പോൾ ലുലുമാളുടെ അവിടെ പോയി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്യൂ കാണിച്ച് മടുപ്പിക്കുകയായിരിക്കും എന്ന് തോന്നുന്നു. എന്തായാലും പാർക്കിങ്ങിലോട്ട് കുറച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ പിന്നെ ലാഗ് അടിച്ച് നിൽക്കേണ്ടി വരും കേട്ടോ. ഇനി ആ ഭാഗത്തേക്ക് അപ്പോൾ ഇനി പോകേണ്ടി വരില്ല. വരെ നമ്മളവിടെ നിന്ന് കാലടിച്ച് ലുലുവിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് വന്നിട്ടാ. അപ്പോൾ റാപ്പിഡോയിലൊരു ട്രിപ്പ് അടിച്ചിട്ട് ഇന്നത്തെ ദിവസം ആദ്യമായിട്ടാണ് റാപ്പിഡോയിലൊരു ട്രിപ്പ് അടിക്കണം. അതേപോലെ തന്നെ യാത്രയിലൊരു ട്രിപ്പ് പോലും ഇന്നത്തെ ദിവസം നമുക്ക് അടിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ റാപ്പിഡോയിൽ അടിച്ച ട്രിപ്പ് നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. ഇംഗ്ലീഷിലായിരുന്നു സംസാരിക്കേണ്ടായിരുന്നു. ഞാൻ പറയണത് അവർക്ക് മനസ്സിലാവുണ്ടായില്ല, എൻ്റെ ഇംഗ്ലീഷ് വലിയ വശമൊന്നുമില്ലെന്ന്. അപ്പോൾ നമ്മളിപ്പോൾ ലുലുമാളുടെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ. എന്തെങ്കിലും കസ്റ്റമർ ഇപ്പോൾ വരുമെന്ന് വിചാരിക്കുന്നു. ക്യാൻസൽ ചെയ്തിട്ടില്ല, മിക്കതും ക്യാൻസലാകാൻ വഴിയുണ്ട്. പുള്ളി അവർ ഏത് വഴിയിലാണ് നിൽക്കണേന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും കസ്റ്റമറെ പിക്ക് ചെയ്തിട്ട് കാണാം. നമ്മൾ റാപ്പിഡോയിൽ കിട്ടിയ ട്രിപ്പ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. 214 കിട്ടി, 5.5 കിലോമീറ്റർ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. ലാഭമാണ് കേട്ടോ. ആ സ്ഥാനത്ത് ഊബറൊക്കെ ആണെന്നുണ്ടെങ്കിൽ 10 കിലോമീറ്റർ പോയാൽ പോലെ 214 തരുള്ളൂ. ഇതെന്തായാലും നമുക്ക് ലാഭമായി. ട്രിപ്പ് കിട്ടിയത് നന്നായിട്ട്. ആകെ നിസ്സാര വഴി ഓടിയിട്ടുള്ളൂ. അതായത് നമ്മൾക്ക് എടുക്കേണ്ടായിരുന്നിടത്ത് 3 കിലോമീറ്റർ അത്രയും പോന്നിട്ടുള്ളൂ. കുറേയൊക്കെ യൂ ടേണൊക്കെ അടിക്കേണ്ടി വന്നത് കൊണ്ടാണ് മാത്രമാണ് 5.5 കിലോമീറ്റർ ഓടിയത് തന്നെ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ട്രിപ്പ് കിട്ടട്ടെ. ഞാൻ ഊബർ ഓഫ്ലൈനിലാക്കിയിട്ടുണ്ട്. എന്തായാലും ഊബർ ഓൺലൈനിലാക്കിയിട്ടെ. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലേക്ക് പോകാനുള്ള പരിപാടിയിലാണ്. ഉറക്കം വരുന്നുണ്ട്, എന്താണെന്നറിയില്ല. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടേ പെട്ടെന്ന് ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ ഒരു 214 ഇതും കൂടി ഒരു 1500, 1600, 1700 രൂപ ഓടിയിട്ടുണ്ട്. എന്തായാലും ഡെസ്റ്റിനേഷൻ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യാൻ വഴിയില്ല, മിക്കതും പതുക്കെ പോക്കുണ്ടാവുള്ളൂ. അപ്പോൾ എന്തായാലും ബാക്കി വഴിയെ കാണാട്ടാ. അങ്ങനെ വീണ്ടും നമ്മൾ ലുലുവിൻ്റെ അവിടെ എത്തി കഴിഞ്ഞപ്പോൾ ഡെസ്റ്റിനേഷനിലോട്ടേക്ക് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. മാച്ച് ട്രിപ്പാണ്. 113 എന്താ സൗത്ത് കളമശ്ശേരിക്ക്. എന്തായാലും പോണ വഴിയിലല്ലേ, അപ്പോൾ കസ്റ്റമറെ പിക്ക് ചെയ്തിട്ട് പോവാണ് കേട്ടോ. മാച്ച് ട്രിപ്പായിരുന്നു. ഉറക്കം വരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ എന്തായാലും ഉറക്കം പോയി. ഇപ്പോൾ ആ ട്രിപ്പ് വന്നപ്പോൾ പെട്ടെന്നാണ്ട് ഉറക്കം പോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതെടുത്തിട്ട് നേരെ വീട്ടിലേക്ക് വിടാനുള്ള പ്ലാനിങ്ങിലാണ്. അപ്പോൾ എന്തായാലും കസ്റ്റമറെ പിക്ക് ചെയ്തിട്ട് കാണാം. നമ്മളിപ്പോൾ അതൊക്കെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ അവൻ ക്യാൻസൽ ചെയ്തു, ആള് ക്യാൻസൽ ചെയ്തു. ഇനിയിപ്പം ഇനിയിപ്പോൾ തിരിച്ച് വീണ്ടും ഇറങ്ങി കിടന്നാർന്ന സ്ഥലത്തേക്ക് പോകാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു 1.5 കിലോമീറ്റർ കറങ്ങണം. അപ്പോൾ അത് കാരണം എവിടെയെങ്കിലും വണ്ടി കൊണ്ട് ഒതുക്കണം. ഇനിയിപ്പോൾ എന്തായാലും അടുത്ത ട്രിപ്പ് അടിക്കട്ടെ. അപ്പോൾ അതൊക്കെ ഇതിൽ കൂടെ കയറി ഇറങ്ങി പോവാം. വരെ നമ്മളിതിപ്പോൾ ഇടപ്പയിൽ തന്നെ ചെറുതായിട്ട് ഉറക്കം പാസ്സാക്കി. 1 മണി സമയമായിട്ടുണ്ട് കേട്ടോ. നമ്മൾ നാഗ ഓടിയേക്കണത് 1400 സംതിങ്, 1500 രൂപയുടെ അടുത്ത്. പിന്നെ റാപ്പിഡയിൽ ഓടിയേക്കണത് 214.
ഇപ്പം ഏകദേശം നമ്മളൊന്ന് ഓടിക്കണത് 1700 രൂപയ്ക്കാണ് കേട്ടോ. വേറെ ഒന്നും ഓടിയിട്ടില്ല. അപ്പം എന്തായാലും 10 വന്നത്തെ സംഭവം CNG വന്നിട്ട് 3 കെട്ടുള്ളൂ കേട്ടോ. 3 കെട്ടാ പോകുന്ന വഴിയിൽ എന്തായാലും അടിക്കണില്ല. എന്തായാലും കാലി പോകണം. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് വേറെ ട്രിപ്പൊന്നും കിട്ടാൻ വഴിയൊന്നുമില്ല. എന്തായാലും ഡെസ്റ്റിനേഷൻ ഇട്ടിട്ടുണ്ട്, പോകുന്ന വഴിയിലേക്ക് അടിക്കട്ടെ. അപ്പം എന്തായാലും ചാലക്കുടി എത്തിയിട്ടോ. പോകുന്ന വഴിയിൽ ബാക്കിയുള്ള കാര്യം കുറച്ച് നീങ്ങിയിട്ട് കാണാം. വരെ പാലത്തിൻ്റെ അടി കൂടെ ബസ് വന്നിട്ട് കണ്ട, ബസ്സിൻ്റെ മേളിൽ AC വെൻ്റ് ഒക്കെ പൊളിഞ്ഞ് കിടക്കാണ്. പാലത്തിൻ്റെ അടി കൂടെ വന്നതാ, മേളിൽ കൂടെ കാണിച്ചു തരാം, തിരിച്ചു പോകും കാണിച്ചു തരാം. എനിക്കും അങ്ങനെ തന്നെ കിട്ടിയത്, റെയിൽവേ സ്റ്റേഷനിലേക്ക് തന്നെ കിട്ടിയിരുന്നേ. ഓക്കെ ഓക്കെ ഓക്കെ. കാണുന്നില്ല നിലവിലൊക്കെ എടുത്ത് നോക്കുമ്പോ ഒന്നും കാണുന്നില്ല. ഓക്കെ ഓക്കെ ഓക്കെ, ശരി ശരി. വെറുതെ ഒരു 1.5 കിലോമീറ്റർ 1 കിലോമീറ്ററോളം വന്നിട്ട് കസ്റ്റമർ ക്യാൻസൽ ഓർഡർ. മൂഞ്ചലായി പോയി. ഉറക്കം വന്നിട്ടാണെങ്കിൽ വീട്ടിലേക്ക് വേഗം പോവാന്ന് വിചാരിച്ചാ. എന്നാൽ 4 കിലോമീറ്റർ ഓട്ടോ ഉള്ളൂ, റാപ്പിഡോയാണല്ലോ. എന്നാൽ പിന്നെ അന്ന് എടുത്തേക്കാലോ എന്ന് ചോദിച്ചിട്ട് പോകുന്നത്. അപ്പോൾ മൂഞ്ചലായി പോയി. വെറുതെ എടുത്തു. എന്തായാലും ഇനി നമുക്ക് 15 രൂപ ക്യാൻസൽ ഫീസ് കിട്ടിയെന്നൊക്കെ കാണിക്കണം, പക്ഷെ കിട്ടൂല. അത് റാപ്പിഡോയിൽ എന്തായാലും നമുക്ക് അങ്ങനെ അക്കൗണ്ടിൽ ഇന്ന് വരെ കയറിയിട്ടില്ല. അപ്പം എന്തായാലും അതങ്ങനെ നടന്നു. ഇനിയിപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. വെറുതെ പോയിട്ടാ. മര്യാദയ്ക്ക് വീട്ടിൽ പോയാൽ മതിയായിരുന്നു. ഇപ്പോൾ പോയിന്നുണ്ടെങ്കിൽ അത്താണ് ഞാൻ എത്തിയേനെ. ഇത് വെറുതെ അതൊരു കുഞ്ഞ വഴി കൂടെ പോയത്. വണ്ടിയാണെങ്കിൽ കറക്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കയറാൻ പറ്റാവുന്ന രീതിയിലുള്ളൊരു കുഞ്ഞ വഴി. അവിടെയാണെങ്കിൽ ചോദിന് തിരിക്കാനും പറ്റിയില്ല കേട്ടാ. അതേപോലത്തെ ഒരു വഴി കൂടെ പോയേ. ഇതെവിടേക്ക് ഉണ്ടോ ഇത്? ഈ ബസ് കിടക്കണണ്ട. ഇവിടെ നിറച്ച ആൾക്കാർ നിൽക്കുന്നുണ്ടായിരുന്നിട്ട്. ഞാനിപ്പോൾ അങ്ങോട്ട് പോയിപ്പോൾ ഇപ്പം ആരും കാണാനില്ല. ഇപ്പോൾ കുറച്ച് ആൾക്കാർ നിൽക്കുന്നുണ്ട്. ഇല്ല, അത് ആ ബസ്സിലെ ആൾക്കാരൊക്കെ തന്നെയാണ്. കണ്ടാ ഈ വണ്ടിയുടെ കണ്ടത്, ഈ പാലത്തിൻ്റെ അടിയിൽ കൂടെ വന്നപ്പം വണ്ടി മുട്ടിയതാ. എവിടെ എന്തൊക്കെയോ വണ്ടിയുടെ വീണെടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എന്തായാലും നമുക്ക് തിരിച്ച് വീട്ടിക്കൂ. ആ കോപ്പ് മുഞ്ചി പോയി. ഭയങ്കര ബ്ലോക്കാണ് കേട്ടോ മുരിങ്ങൂര്. ഞാനേ മനപ്പുറം വന്നാണ്. നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. മറ്റേ വഴി കൂടെ പോയി കഴിഞ്ഞാലേ ഉറക്കം വരും. ബ്ലോക്കിൽ കൂടെ പോകുമ്പോൾ വലിയ ഉറക്കം വരില്ലല്ലോ. ഇച്ചിരി ടൈം എടുത്താലും. പിന്നെ മറ്റേ വഴി കൂടെ പോയി കഴിഞ്ഞാൽ 8 കിലോമീറ്ററോളം കൂടും കേട്ടോ. ഇപ്പോൾ ഒന്ന് ടൈമും കൂടി ഒന്ന് ചെക്ക് ചെയ്യാന്ന് വിചാരിച്ചിട്ട് വന്നത്. പക്ഷെ നല്ല മാറ്റമുണ്ട്. മറ്റേ വഴി കൂടെ പോയെങ്കിൽ ഇപ്പോൾ എങ്ങനെ മോശമായാലും ഏകദേശം ഡിവൈൻ്റെ അവിടെ എത്തിയേനെ. എന്തായാലും ഒരു മണ്ടത്തരമാണ്. മണ്ടത്തരം നോക്കണ്ട. ചിലപ്പോൾ ആ വഴി കൂടെ പോയി കഴിഞ്ഞാൽ വീണ്ടും എവിടെയെങ്കിലും നിർത്തി കിടന്നുറങ്ങേണ്ടി വരും. അപ്പോൾ അത് കാരണം ഇതിൽ കൂടെ വന്ന് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ല. എന്തായാലും പിന്നെ അത് മാത്രമല്ല കേട്ടോ, നമുക്ക് നേരത്തെ കിട്ടിയ ട്രിപ്പ് ഉണ്ടല്ലോ, ആ ട്രിപ്പ് കിട്ടി. ഇതുവരെ എനിക്ക് നന്നായി. ആ ട്രിപ്പ് അടിക്കണ വരെയും ഭയങ്കര എന്താ പറയുക, ഒരു ഉറക്കം തൂങ്ങിയിട്ടൊക്കെ എഴുതിയിരുന്നേ. അപ്പം എന്തായാലും ആ ട്രിപ്പ് കിട്ടിയ കാരണം ഇവിടം വരെ ഉറക്കം തൂങ്ങാണ്ട് എത്തി. അപ്പം അങ്ങനെ എന്തായാലും ഇത് കുത്തി കയറാനൊരു ഗ്യാപ്പ് പോലും കിട്ടുന്നില്ല. അവിടെ നിറച്ച് ചെളിയാണ്. അതിൻ്റെ ഫ്രണ്ടിൽ പോകുന്ന വണ്ടിയൊക്കെ ഈ സൈഡ് ചേർത്ത് പിടിച്ച പോകണം. സാധാരണ അല്ലെങ്കിൽ ഇങ്ങനെ കുത്തി കയറ്റാൻ കിട്ടുമായിരുന്നിട്ടാ. ഇതിപ്പോൾ വന്നിട്ടേ ജീറ്റോ വന്നിട്ട് കണ്ട സൈഡിൽ കൂടെയൊക്കെ വരണേ. അല്ലെങ്കിൽ നടക്കൂല, അല്ലെങ്കിൽ മറ്റേ പരിപാടി നടന്നേനെ. കുറച്ച് കയറാൻ പറ്റി. എന്തായാലും മൊത്തത്തിൽ ഇങ്ങനെ കയറി വരൽ തന്നെയാണ് പരിപാടി. പക്ഷേ എങ്കിലും ഇപ്രാവശ്യം കുറേ വണ്ടികളൊക്കെ സൈഡിലിട്ടേക്കണേ ചോദിന് കയറാൻ പറ്റിയില്ല. അപ്പം എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങൾ എന്തായാലും അവിടെ ചെന്നിട്ട് കാണാം. അങ്ങനെ വെച്ചാൽ നീണ്ട ബ്ലോക്കിൻ്റെ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ ചാലക്കുടി അതിരപ്പള്ളി റൂട്ടിക്ക് കടന്നിട്ടാ. അപ്പോൾ CNG വന്നിട്ട് വാണിംഗ് അടിച്ച് കഴിയാറായി. ഒരു കട്ടയും കൂടി ഉള്ളോ. ഇന്ന് മൊത്തം ഇപ്പോൾ നമ്മൾ 200 കിലോമീറ്ററോളം ആകും വീട്ടിലെത്തുമ്പോഴത്തേനും. പിന്നെന്താണ്, ഇനി മേലൊക്കെ നമ്മൾ ഈ വഴി കൂടെ വരില്ല കേട്ടോ. ഇനി ഇച്ചിരി കറങ്ങിയിട്ടായാലും 8 കിലോമീറ്റർ കറങ്ങിയിട്ടായാലും മറ്റേ വഴി കൂടെ വരുള്ളൂ. അവിടെ നിന്ന് ഇവിടേക്ക് എത്താൻ വേണ്ടിയിട്ട് അരമണിക്കൂർ എടുത്തു. ആ അരമണിക്കൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിങ്ങനെ കുത്തിക്കയറ്റി പോകുന്ന കാരണം കേട്ടോ. അല്ലാണ്ട് കിടക്കുന്ന വണ്ടികളൊക്കെ 1 മണിക്കൂർ എത്തിയാലും ഇപ്പുറത്തെത്തൂല. അതേമാതിരി ബ്ലോക്ക് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ കുത്തിക്കയറ്റി കയറി പോകുന്ന കാരണം അരമണിക്കൂർ ബ്ലോക്ക് കൊണ്ട് നമുക്ക് ഇപ്പുറത്തെത്താൻ പറ്റി, ചാലക്കുടിക്ക് എത്താൻ പറ്റി.
അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ നാളെ മേലൊക്കെ നമ്മൾ ഇതേപോലെ വരില്ല, മറ്റേ കൂടെ ഇറങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഊബറിൽ നമ്മളിന്ന് ആകെ ഓടിയിരിക്കുന്നത് 1488, വേറെ ഒന്നും ഓടിയിട്ടില്ല കേട്ടോ. കാണിച്ചു തരാം. പിന്നെ അതേപോലെ തന്നെ നമ്മൾ കേരള സഫാരിയിൽ ഒറ്റ ട്രിപ്പ് പോലും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഒറ്റ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, ഒറ്റ ട്രിപ്പ് പോലും അടിച്ചിട്ടുമില്ല കേട്ടോ. നമ്മൾ എടുക്കാണ്ട് ട്രിപ്പ് പോലും, ഒരു ട്രിപ്പ് പോലും അടിച്ചിട്ടില്ല. ലുലുമാളിൽ ചെന്നിട്ട് പോലും. അതേപോലെ തന്നെ നമ്മൾ ഡെസ്റ്റിനേഷനൊക്കെ ഇട്ട് കിടന്നിട്ടും മറ്റേ എന്താ പറയുക, ക്യൂലൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ വിചാരിച്ചു ഇപ്പോൾ ലുലുമാളിലെങ്ങാനും മറ്റേ എയർപോർട്ടിൻ്റെ പോലെ സെറ്റപ്പ് ആയി എന്ന് വിചാരിച്ച്. 1488 രൂപയ്ക്കാണ് ഊബറിൽ ഓടിയിരിക്കുന്നത്. പിന്നെ റാപ്പിഡോയും മറ്റേ സാധനവും ഞാൻ ഓഫ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. വേണ്ട, റാപ്പിഡോയിൽ നമ്മൾ 15 രൂപ ക്യാൻസലേഷൻ ഫീ. പക്ഷേങ്കിൽ ലാസ്റ്റ് ഓർഡർ വന്നിട്ട് നമുക്ക് മറ്റത് കാണിക്കണുള്ളൂ, മറ്റത് കാണിക്കണില്ല കേട്ടോ. നമ്മൾ റാപ്പിഡോയിൽ 214 ട്രിപ്പും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഈ പൈസ കിട്ടുമെന്ന് എനിക്കറിയില്ല കേട്ടോ. സാധാരണ എനിക്ക് അങ്ങനെ കിട്ടിയിട്ടില്ലെന്ന് വരെ. നമ്മൾ റാപ്പിഡോയിൽ ഒന്നും ഓടിയിട്ടില്ല. അപ്പോൾ അങ്ങനെ നമ്മളിന്ന് ആവറേജ് ഊബറിൽ 1500 പിടിക്കുകയാണെങ്കിൽ 1500, റാപ്പിഡോയിൽ ഒരു 215 റീഫണ്ട് ആയില്ല. അതടക്ക് ഒരു 215 പിടിച്ചാൽ മതി. അപ്പോൾ ആവറേജ് ഒരു എന്താ പറയുക, ഒരു 1700 ചില്ലാഞ്ചിക്ക് ഓടിയിട്ടുണ്ട്. അതിൽ ഒരു 700 രൂപയ്ക്ക് CNG, 700 രൂപയ്ക്ക് നമ്മൾ CNG അടിച്ചിട്ടുണ്ട് കേട്ടോ. 700 രൂപയ്ക്ക് CNG അടിച്ചിട്ടുണ്ട്. പിന്നെന്താ, CNG 500 ചില്ലാഞ്ചിക്ക് അടിച്ചേക്കണം. 700 രൂപയുടെ CNG എന്തായാലും കത്തിയിട്ടുണ്ടാവും. 150 രൂപയുള്ള ഫുഡിന് ചിലവായിട്ടുണ്ട്. അപ്പോൾ ആവറേജ് ഒരു 900 രൂപയുടെ അടുത്താണ് ബാലൻസ് കിട്ടിയത്. ഇപ്പം നേരത്തെ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു ചേട്ടൻ അങ്ങോട്ട് നടന്നു പോകണുണ്ട് ആരെങ്കിലും. ആ പുള്ളിക്കാരന് എന്താണെന്നറിയില്ല, ലോട്ടറി കച്ചവടക്കാരനാട്ടോ. ഈ ഒരു സമയമാകുമ്പോൾ ഞാൻ പോകുമ്പോഴേക്കും ആ പുള്ളി അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ നടക്കണതാണ്. എന്തിനാണോ നടക്കണതെന്നൊന്നും അറിയില്ല. വലിയ പ്രായമായിട്ടുള്ളൊരു ചേട്ടനാണ്. ആള് ലോട്ടറി വിൽക്കണ ആളാണ്, എനിക്കറിയാം. പുള്ളി അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ പോകണം. ഈ സമയത്ത് പോകുമ്പോൾ എപ്പോഴും മിക്കതും ആ ഒരു സ്ഥലത്തേക്ക്, ആ ഒരു ഭാഗത്തേക്ക് നടന്നു പോകണതാണ്. എന്തിനാണാവോ? അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഇപ്പോൾ വീടെത്താറായിട്ടുണ്ട്. 2:20 സമയമായിട്ടുണ്ട് എന്തായാലും. ഒരു അതേപോലെ തന്നെ 200 കിലോമീറ്ററോളം ഓട്ടോ വീട്ടിലെത്തുമ്പോൾ ഇന്നത്തെ ആവറേജ് ഓട്ടം എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ നഷ്ടമാണ് കേട്ടോ. എന്നാലും കുഴപ്പമില്ല, നമുക്ക് കിട്ടിയതായി. പിന്നെ കുറേയൊക്കെ നമ്മുടെ കുഴപ്പം കൊണ്ടാണ്. എനിക്ക് പിന്നെ ഇന്ന് രാവിലെ നേരത്തെ ഇറങ്ങണമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ എങ്കിലും പറ്റിയില്ല. വണ്ടിയുടെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു, വേറെ വണ്ടിയുടെ. അപ്പോൾ അത് കാരണം അത് കഴിയുമെന്ന് ഇപ്പോൾ നേരെ വൈകിയായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഇറങ്ങാൻ. എന്തായാലും ബ്ലോക്കുള്ള വഴി കൂടെ വന്നതിന് ഗുണമുണ്ടായിരുന്നു, ഉറക്കം പോയി കിട്ടി. ഇനിയിപ്പോൾ എന്തായാലും ബാക്കിയുള്ള പരിപാടികളൊക്കെ നാളെ കാണാം കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ഇട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ ട്ടാ. പിന്നെ നമ്മൾ തിങ്കളാഴ്ച ഉണ്ട് അവിടെ ഇറങ്ങാം. നാളെയും മറ്റന്നേയും വേറെ പരിപാടിയുണ്ട്. അപ്പോൾ നാളെയും മറ്റന്നേയും എന്തായാലും ഊബർ ഓടാൻ ഇറങ്ങില്ല. വേറെ ചെറിയ പരിപാടികളൊക്കെ ഉണ്ട് വേറെ വണ്ടിക്ക് ആയിട്ട്. അപ്പോൾ എന്തായാലും അതൊക്കെ ആയിട്ട് കിടന്ന് നടക്കലായിരിക്കും ശനി ഞായറും. അപ്പോൾ തിങ്കളാഴ്ച ഇറങ്ങുമ്പോൾ കാണാം.